വെൽക്കം ടു മൈ ചാനൽ. ഇത് പുണ്യ സ്ഥലമായ പമ്പയാണ്. ശബരിമലയ്ക്ക് മലയാത്ര നടത്തുന്ന അയ്യപ്പ ഭക്തർ ഈ പമ്പയിലെത്തിയാണ് ബസ് മാർഗം ഇവിടെ എത്തിയിട്ടാണ് ശബരിമലയ്ക്ക് യാത്ര തിരിക്കുന്നത്. പമ്പ വരെയുള്ളൂ ബസ് സൗകര്യം. ഇത് ത്രിവേണി പാലമാണ്. ഇതുവഴി സഞ്ചരിച്ചാണ് മറുകരയിലെത്തി പമ്പാതീരത്ത് വിരിവെച്ച് അയ്യപ്പ ഭക്തന്മാർ സ്നാനമൊക്കെ നടത്തി പിതൃക്കൾക്കുള്ള കർമ്മങ്ങളുമൊക്കെ നടത്തിയതിന് ശേഷമാണ് ശബരിമലയ്ക്ക് മല ചവിട്ടുന്നത്. കൂട്ടമായിട്ട് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്കെല്ലാം തന്നെ ഗുരുസ്വാമികൾ ഉണ്ടായിരിക്കും. ഒറ്റയ്ക്ക് വരുന്ന അയ്യപ്പ ഭക്തന്മാരും ഉണ്ട്. ഇത് പമ്പാ തീരത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളും മറ്റ് കച്ചവട സ്ഥാപനങ്ങളുമാണ്. അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് ലഭ്യമാണ്. അതുപോലെ തന്നെ താമസിക്കാനുള്ള സൗകര്യവും അന്നദാന മണ്ഡപവും ഒക്കെ ഇവിടെ ഉണ്ട്. സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടുന്ന അന്നദാന മണ്ഡപം ഇവിടെ പ്രവർത്തിക്കുന്നു. സീസൺ ആകുമ്പോഴത്തേക്ക് എല്ലാ ദൃശ്യമാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും ഒക്കെ ഓഫീസുകൾ ഈ പമ്പയിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് പമ്പാ തീരത്ത് ഉള്ള നടപ്പന്തലാണ്. ഇവിടെ നിന്നാണ് അയ്യപ്പന്മാരെ ഈ സീസൺ ആകുമ്പോഴത്തേക്ക് നിയന്ത്രിച്ച് ശബരിമലയ്ക്ക് കടത്തിവിടുന്നത്. ഇവിടെ ധാരാളം കാട്ടുപന്നികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും സാധാരണ അയ്യപ്പ ഭക്തന്മാരെ ഉപദ്രവിക്കാറില്ല. ഇവിടെയുള്ള മാലിന്യങ്ങളൊക്കെ കഴിക്കാനായിട്ട്, ഭക്ഷണപദാർത്ഥങ്ങളുടെ ബാക്കിയൊക്കെ വരുന്നത് കഴിക്കാനായിട്ട് എത്തുന്നതാണ് ഇത്. ഇപ്പം 2018 വർഷകാലത്ത് പല കെട്ടിടങ്ങളും ഇവിടുന്ന് ഒഴുകിപ്പോയി. കെട്ടിടങ്ങൾ ഒഴുകിപ്പോയ ഭാഗത്ത് ഇപ്പം ടെൻറ്റുകളായിട്ട് താൽക്കാലിക ടെൻറ്റുകളൊക്കെ ഉണ്ടാക്കി ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ക്യൂ നിന്നാണ് ശബരിമലയ്ക്ക് പോകേണ്ടത്. ഇത് മാസപൂജയ്ക്കുള്ള ദിവസമായതുകൊണ്ട് അയ്യപ്പ ഭക്തന്മാർ വളരെ കുറവാണ്. സീസണിലാണെങ്കിൽ ഇവിടെ ജനനിബിഡമായിരിക്കും. അങ്ങനെ നമ്മൾ ഈ നടപ്പന്തല് വഴി ശ്രീ ഗണപതി കോവിലേക്ക് കടക്കാനുള്ള വഴിയിലേക്ക് പോവാണ്. ഇതാണ് അയ്യപ്പൻ്റെ ആറാട്ട് കടവ്. ഉത്സവ സമയത്ത് ഇവിടാണ് ഭഗവാൻ ആറാടുന്നത്. അതിൻ്റെ നേരെ മുന്നിൽ നടകൾ ആരംഭിക്കുകയാണ്. ഗണപതി കോവിലേക്കുള്ള നടകളുണ്ട്. ഇവിടെ കർപ്പൂരമൊക്കെ കത്തിച്ച് വന്നിച്ചാണ് അയ്യപ്പ ഭക്തന്മാർ മല ചവിട്ടാനായിട്ട് തുടങ്ങുന്നത്. ഈ നടകൾ കയറി ചെല്ലുമ്പോഴത്തേക്ക് ഒരു കാണിക്കമണ്ഡപമുണ്ട്. അതിന് തൊട്ടുമേളിലായിട്ട് പല പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല ദൃശ്യങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് കാണാൻ പറ്റും. പന്തളം രാജാവ് നായാട്ടിനെത്തിയപ്പം ഈ പമ്പാ തീരത്ത് നിന്നാണ് പൈതലായ മണികണ്ഠനെ കെട്ടുന്നത്. അങ്ങനെ പന്തളം രാജാവ് ഈ മണികണ്ഠനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി വളർത്തി ആ രംഗങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുതിരപ്പുറത്ത് പോകുന്ന അയ്യപ്പനെ, പുലിപ്പുറത്ത് പോകുന്ന അയ്യപ്പനെ, പന്തളം രാജാവ്, അതുപോലെ തന്നെ മന്ത്രി ഋഷീശ്വരനെ, ഇവരെയൊക്കെ പ്രതിമകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നടകൾ കയറി നമ്മൾ പമ്പാ കോവിലിലേക്ക് കയറി അവിടെ മഹാഗണപതിയുടെ പ്രതിഷ്ഠയാണ് ആദ്യം അമ്പലമാണ് നമുക്ക് ആദ്യം തൊഴാനുള്ള. അവിടെ തൊഴുതതിന് ശേഷം ശ്രീരാമനും ഹനുമാനും പാർവതി ദേവിയും അവരുടെയൊക്കെ നടകൾ ഇവിടെ ഉണ്ട്. അതെല്ലാം നാഗരാജാവ്, കന്നിമൂല ഗണപതി, ഇതെല്ലാം തൊഴുതിട്ട് വേണം നമ്മൾ മല ചവിട്ടാനായിട്ട്. ഇവിടെ ദർശനം നടത്തി പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ വെച്ചാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസുകാരും ഒക്കെ അയ്യപ്പന്മാരെ ചെക്ക് ചെയ്യുന്നത്. ഇതിന് മുകളിലോട്ട് സ്ത്രീകളെ
കൊച്ചുകുട്ടികളല്ലാത്ത മാളികപ്പുറങ്ങളെ കയറ്റി വിടാറില്ല. അതുപോലെ പന്തളം രാജാവിൻ്റെ പ്രതിനിധി ഇരിക്കുന്ന മുറികളൊക്കെ ഉണ്ട്. ഇതുവഴിയാണ് നമ്മൾ മലയ്ക്ക് പോകേണ്ടത്. ചൂടെ കഴിയുമ്പോൾ വഴി രണ്ടായിട്ട് തിരിയും. ഒന്ന് സ്വാമി അയ്യപ്പൻ റോഡും മറ്റ് പരമ്പരാഗത വഴിയുമാണ്. അപ്പാച്ചിമേട് വഴി കയറി പോകുന്നത്.